Hi friends, welcome back to OET News Academy. OET related information and updates ആണ് ഞാൻ ഈ ചാനൽ വഴി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഓൺലൈൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസ് ആൻഡ് ഗൈഡ് ലൈൻസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു റൈറ്റിംഗ് ടാസ്ക്, ഒരു ലെറ്ററാണ് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഇൻഫർമേഷനാണ് അവർ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. സോ ഈ ക്വസ്റ്റ്യനിൽ അവർ കൊടുത്തിരിക്കുന്നത്, യു ആർ എ കാർഡിയാക് വാർഡ് നേഴ്സ് വർക്കിംഗ് ഇൻ റോയൽ ബ്രിസ്ബൺ ആൻഡ് കാർഡിയാക് ഹോസ്പിറ്റൽ. യു ആർ കെയറിംഗ് ഫോർ മിസ്സിസ് മാൻഡി ചെങ്. പേഷ്യൻ്റ് ഡീറ്റെയിൽസ്, നെയിം എന്ന് പറഞ്ഞിട്ട് പേഷ്യൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് 25/9/1962. social background widow. next of kin മെലീസ ഗാർഡൻ ബ്രാക്കറ്റിൽ നീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. നോൺ സ്മോക്കർ, നോ ഫിസിക്കൽ എക്സസൈസസ്. പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഡയബറ്റസ് ടൈപ്പ് 2 സിൻസ് 2018 ഓൺ മെറ്റ്ഫോമിൻ 850 mg എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അലർജിക് ടു പെൻസിലിനും കൊടുത്തിട്ടുണ്ട്. ഇനി 23/9/2020 ഡേറ്റ് കൊടുത്തിട്ട് ബ്രോട്ട് ടു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ബൈ എ പാരാമെഡിക് സ്റ്റാഫ് ഡ്യൂ ടു ചെസ്റ്റ് പെയിൻ, സ്വെറ്റിംഗ്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ആൻഡ് പെയിൻ ഓൺ റൈറ്റ് ഹാൻഡ് ആൻഡ് ഷോൾഡർ. ദ പേഷ്യൻറ്റ് റിസീവ്ഡ് ആസ്പിരിൻ 2 tabs അറ്റ് ഹോം എന്നും കൊടുത്തിട്ടുണ്ട്. അസസ്മെൻറ്റിൽ ബ്ലഡ് പ്രഷർ 118/80 mm of Hg, പൾസ് 98 beats per minute, സ്ലൈറ്റ്ലി ഇറഗുലർ എന്ന ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. വെയ്റ്റ് 80 കിലോഗ്രാം, റെസ്പിറേറ്ററി റേറ്റ് 26, SpO2 90% ഇൻ റൂം എയർ, ECG ST സെഗ്മെൻറ്റ് എലവേഷൻ, സസ്പെക്റ്റഡ് അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് മാനേജ്മെൻറ്റിൽ ചെസ്റ്റ് എക്സ്റേ, ECG, എക്കോ, ഇലക്ട്രോലൈറ്റ്സ് troponin 1, LFT ആൻഡ് RFT. immediately shifted to cath lab for percutaneous coronary intervention. 2 stents for blocked right coronary artery. 24 hours observation and satisfactory. Blood sugar 160 mg per dl. Managed with metformin and insulin was not given. Shifted to cardiac ward on 24/9/2020 and advised fasting lipid profile coming morning. അടുത്തതായിട്ട് 25/9/2020 വൈറ്റൽ സൈൻസ് ആർ നോർമൽ, SpO2 98% ഇൻ റൂം എയർ, പെയിൻ ഫ്രീ, നോ ബ്ലീഡിംഗ് ആൻഡ് വൂണ്ട് ഈസ് ക്ലീൻ ആൻഡ് ഡ്രൈ. FLP HDL LDL ഹൈ ആണ്, കൊളസ്ട്രോൾ ഹൈ, ട്രൈഗ്ലിസറൈഡ് ഹൈ, ട്രോപ്പോണിൻ ഹൈ, അതായത് ട്രോപ്പോണിൻ 1. മെഡിക്കേഷൻസ് ആസ്പിരിൻ 75 mg OD, ക്ലോപ്പിഡോഗ്രൽ 150 mg OD, metformin 850 mg OD, atorvastatin 40 mg once. 26/9/2020 റെഫർ ടു കാർഡിയാക് റീഹാബിലിറ്റേഷൻ നഴ്സ്. റൈറ്റിംഗ് ടാസ്കിൽ കൊടുത്തിരിക്കുന്നത്, യൂസിംഗ് ദ ഇൻഫർമേഷൻ ഇൻ ദ കേസ് നോട്ട്സ് റൈറ്റ് എ ലെറ്റർ ടു മിസ് എലിസബത്ത് റോബർട്ട്, എ കാർഡിയാക് റീഹാബിലിറ്റേഷൻ നഴ്സ് ഫോർ ഫർദർ മാനേജ്മെൻറ്റ് ബ്രാക്കറ്റിൽ എക്സസൈസ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അഡ്രസ് ദ ലെറ്റർ ടു മിസ് എലിസബത്ത് കാർഡിയാക് റീഹാബിലിറ്റേഷൻ നേഴ്സ് അറ്റ് റോയൽ ബ്രിസ്ബൺ ആൻഡ് കാർഡിയാക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ലെറ്റർ നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് തന്നെ റിലവൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ചൂസ് ചെയ്യുക. അതിനുശേഷം ആ ഇൻഫർമേഷനെല്ലാം എങ്ങനെയാണ് ഓർഡർ അനുസരിച്ച് എഴുതേണ്ടതെന്ന് ആലോചിച്ചതിന് ശേഷം ഓർഗനൈസ് ചെയ്ത് എഴുതുക. സോ ഫസ്റ്റ് നമ്മൾ ലെറ്ററിൽ ഡേറ്റ് എഴുതുക 26 September 2020. ദെൻ റിസീവർ ആയിട്ടുള്ള മിസ് എലിസബത്ത് റോബർട്ടിൻ്റെ അഡ്രസ്സ് റൈറ്റിംഗ് ടാസ്കിൽ കൊടുത്തിട്ടുണ്ട്, അത് എഴുതുക. അതിനുശേഷം സല്യൂട്ടേഷൻ, ഡിയർ മിസ് റോബർട്ട്. ദെൻ റെഫറൻസ് എഴുതിയിട്ട് മിസ്സിസ് മാൻഡി ചെങ്, ഡേറ്റ് ഓഫ് ബർത്ത് 25 September 1962, അത് എഴുതുക. ദെൻ ഇൻട്രൊഡക്ഷൻ എഴുതാം. അപ്പോൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ റെഫറൻസിന് വേണ്ടിയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. So I am writing to refer Mrs Cheng, who had a percutaneous coronary intervention. She requires further management like exercises and education for successful rehabilitation. നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്ന റൈറ്റിംഗ് ടാസ്കിൽ നിന്ന് പർപ്പസ് ഓഫ് ദ ലെറ്റർ എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഇൻട്രൊഡക്ഷൻ നമുക്ക് എഴുതാവുന്നതാണ്. മീനിങ് ഡിഫറൻസ് ഒന്നും വരാതെ അവിടെ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ അപ്രോപ്രിയേറ്റ് ആയിട്ട് പാരാഫ്രൈസ് ചെയ്ത് എഴുതുക.
ദെൻ അതിനുശേഷം നമുക്ക് എഴുതാം മിസ്സിസ് ചെങ് വാസ് ബ്രോട്ട് ടു ഹോസ്പിറ്റൽ ഓൺ 23 September 2020 വിത്ത് ചെസ്റ്റ് പെയിൻ, സ്വെറ്റിംഗ്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് എലോങ് വിത്ത് പെയിൻ ഇൻ ദ റൈറ്റ് ഹാൻഡ് ആൻഡ് ഷവർ. Her pulse was slightly irregular. Her blood pressure, pulse, respiratory rate and oxygen saturations were എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ നമുക്കെല്ലാം എഴുതാവുന്നതാണ്. ദെൻ നമുക്ക് ST segment elevation was noticed in the electrocardiogram and she is suspected to have myocardial infarction. Mrs. Cheng's procedure was successful. 2 stents were applied in the right coronary artery. Her blood sugar was controlled with metformin. Her vital signs were normal postoperatively. Her fasting lipid profile and troponin 1 were elevated on 25 September 2020. She is on aspirin 75 mg, clopidogrel 150 mg, metformin 850 mg and atorvastatin 40 mg once daily. Mrs. Cheng is a widow. She is allergic to penicillin. She has had type 2 diabetes mellitus since 2018. She does not do any physical exercises. അപ്പം സോഷ്യൽ ഹിസ്റ്ററി ആൻഡ് അതിനോടനുബന്ധിച്ചുള്ള പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി എല്ലാം കൂടെ ഓർഗനൈസ് ചെയ്ത് ഇത്ര ഇൻഫർമേഷൻ എഴുതേണ്ട ആവശ്യമേ ഉള്ളൂ. then നമുക്ക് വേണമെങ്കിൽ എഴുതാം it would be greatly appreciated if you could teach her necessary exercises and provide appropriate education. Please do not hesitate to contact me if you have any further queries എന്ന് പറഞ്ഞ് എഴുതിയിട്ട് yours sincerely എന്ന് പറഞ്ഞ് എഴുതി ഈ ലെറ്റർ അവസാനിപ്പിക്കാവുന്നതാണ്. ഈ ഒരു പർട്ടിക്കുലർ ലെറ്റർ ഇവാലുവേറ്റ് ചെയ്യുമ്പം ഇത് ഒരു വലിയ ഒരു റൈറ്റിംഗ് ടാസ്ക് അല്ല, മാക്സിമം 1 to 1.5 പേജ് മാത്രം വരുന്ന ഒരു ആവറേജ് ലെവലിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ മോസ്റ്റ് ഓഫ് ദി ഇൻഫർമേഷൻ റിലവൻറ്റ് ഇൻഫർമേഷൻ ആണ്. സോ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിലവൻറ്റ് ഇൻഫർമേഷൻ ചൂസ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് അപ്രോപ്രിയേറ്റ് ടെൻസസ് യൂസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുക. അതാണ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിലെ ഏതൊരു കാൻഡിഡേറ്റും ചെയ്യേണ്ട കാര്യം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഇൻഫർമേഷൻ ഗോ ത്രൂ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഈ ലെറ്റർ ഒന്ന് നോക്കാൻ ഞാൻ OET ജീനിയസ് അക്കാദമിയുടെ ഫേസ്ബുക്ക് പേജിൽ ഈ ലെറ്ററിൻ്റെ ആൻസർ ആൻഡ് ക്വസ്റ്റ്യൻ രണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ ലിസ്ണിംഗ്.